ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു 4 മണി പലഹാരം. ഇതേപോലെ ഒരു കപ്പ് റാഗിപ്പൊടിയാണ് നമ്മൾ ആ പലഹാരത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അടുപ്പൊന്ന് കത്തിക്കുക. ഒരു 1.5 ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു നുള്ളു ഉപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത് നെയ്യും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റും. 2 മോറിസ് പഴം ഇപ്പം ഇത് ഇങ്ങനെ അങ്ങോട്ട് ബൗളിനകത്തോട്ട് ഇതേപോലെ കനം കുറച്ചങ്ങോട്ട് അരിഞ്ഞു വെക്കും. നമുക്കിഷ്ടമുള്ള പഴം ചേർക്കാവുന്നതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാപ്പീരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് അരിഞ്ഞത്, കുറച്ച് ബദാം, ഉണക്കമുന്തിരിക്ക, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കരപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 5-6 ഏലയ്ക്ക. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കുക. അപ്പച്ചമ്പ് വെച്ചിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ആ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കുറച്ച് വാഴയിലൊക്കെ എടുത്ത് ഇതേപോലെ വാട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങോട്ട് വെച്ച് കൊടുക്കുക. കൈ നനച്ചിട്ട് വേണം ഇത് നമുക്ക് പരത്തി ഇങ്ങനെ എടുക്കുക. ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഐറ്റം നമ്മുടെ ആവശ്യത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കൂടെ മടക്കും. ഇതേപോലെ ഒന്ന് അമുക്കി ഇവിടെ ഇരിക്കട്ടെ. ഇപ്പം മൊത്തം 6 എണ്ണം കിട്ടും. ഇതേപോലെ ഒരു കിടുത്തപ്പാത്രം അങ്ങോട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ റാഗി അട ഇതങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെക്കുക. ഇനി അടച്ചങ്ങോട്ട് വെക്കുക. ഏകദേശം ഒരു 10-20 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇത് വെന്തതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. എന്തൊക്കെ നോക്കുമ്പോൾ അറിയാമല്ലോ. പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല. കാര്യം നല്ല ടേസ്റ്റാണ്. ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ.